എടാ സോനി, ഇങ്ങനെ പോയ ഹോട്ടൽ പൂട്ടേണ്ടി വരുമല്ല. ഞാനും അതാ ആലോചിക്കുന്നു. വേറെ വല്ല ഹോട്ടലിൽ പണി നോക്കേണ്ടി വരുമോ? അങ്ങനെയല്ല മലയാളി, ഞാൻ വെറുതെ ഒരു ഇതിന് പറഞ്ഞു. നമ്മളെ ബിരിയാണി ആർക്കും വേണ്ട, ചോറും ആർക്കും വേണ്ട, എല്ലാവർക്കും ആ ഷബീറിന്റെ ബിരിയാണി മതി. മുതലാളി പറയുന്നുണ്ടോന്ന് തോന്നരുത്. ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് ഷബീർക്കാൻ്റെ ബിരിയാണിന്റെ സീക്രട്ട് മനസ്സിലായിട്ടില്ലേ? എടാ അത് ഇത്ര മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? അരി അവരുപയോഗിക്കുന്ന അരിയാണ് അവന്റെ സീക്രട്ട്. ഏതാ അരി? അതാ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. മുതലാളി ഞാനൊരു ഐഡിയ പറയട്ടെ. ചങ്ങായിന്റെ വീട്ടിൽ അരി എത്തിക്കുന്ന ഒരു പയ്യനുണ്ട്, ഓനെ അങ്ങ് തടഞ്ഞാലാ. മുതലാളി ദേവം വരുന്നുണ്ട്. ഉല്ലാസല്ലേ ഷബീർക്കാൻ്റെ വീട്ടിൽ അരി എത്തിക്കുന്ന? അതെ. എന്താ ഉല്ലാസേ, നമ്മളെ ഷബീർക്ക് ഉപയോഗിക്കുന്ന അരി ഏതാ? എടാ ഉല്ലാസേ, നമ്മളെ അരിനെ പറ്റി ആര് ചോദിച്ചാലും നീ പറഞ്ഞു കൊടുക്കരുത്. അതിങ്ങൾ ഷബീർക്കാനോട് ചോദിച്ചു. ഉല്ലാസേ, ഈ അരി നമുക്ക് എത്തിച്ചെന്നാല് ഡബിൾ കമ്മീഷൻ തരാടാ. ഓ വേണ്ട. മുതലാളി എനിക്ക് വേറൊരു ഐഡിയ കിട്ടി. നിന്റെ ഐഡിയ കണ്ട് ഇനി ഞാനൊരു ഐഡിയ പറയാം. നമുക്ക് ഒരു ഫുഡ് ബ്ലോഗറെ ഇറക്കിയാലോ? ഹലോ ഗൈസ്, വെൽക്കം ടു ഈജിസ് വ്ലോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ചുരുങ്ങിയ കാലം കൊണ്ട് വൈറലായ ഷബീർക്കയുടെ ബിരിയാണി. അതിന്റെ ഓണർ ഷബീർക്കയുടെ വീട്ടിലാണുള്ളത്. എടാ വിജീഷേ, നീ ഷബീറിന്റെ ബിരിയാണിനെ കുറിച്ചൊരു ബ്ലോഗ് ചെയ്യണം. എന്ത് ഗിവ് വേണമെങ്കിൽ കൊടുത്തോ, ഞാൻ പൈസ തരും. ഓൻ ഉപയോഗിക്കുന്ന അരി ഏതാന്ന് അറിയണം. ഷബീർക്ക, ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഗിവ് അവേ ആയിട്ടാണ്. 3 ചോദ്യങ്ങൾ പറയും. 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടിട്ടുണ്ടെങ്കിൽ വിജീഷ് വ്ലോഗ്സ് ബാക്കി ഒരു കിടിലൻ മലേഷ്യൻ ട്രിപ്പ് ഫ്രീ ആണോ? എന്നാ പെട്ടെന്ന് ചോദിക്കുമോനെ. ഷബീർക്ക, ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ടുള്ള 5 ഫുഡിന്റെ പേര് പറ. അൽഫാം, മന്തി, ഷവായി, ബിരിയാണി, പൊറോട്ട. പൊളിച്ച് ഷബീർക്ക. ഇനി അടുത്ത ചോദ്യം, മലബാറിലെ ഏറ്റവും അടിപൊളി ബിരിയാണി ഏതാ? അതെന്താ സംശയം? ഷബീർ ഖാന്റെ ബിരിയാണി. അത് നമുക്കറിയാലോ. ഇനിയാണ് ഷബീർക്കയുടെ മലേഷ്യൻ ട്രിപ്പിനുള്ള അവസാനത്തെ ചോദ്യം. ഷബീർക്ക, നിങ്ങളെ ബിരിയാണിയുടെ ട്രേഡ് സീക്രട്ട് ആയിട്ടുള്ള അരിയുടെ പേരെന്താ? അത് ഞാൻ പറയില്ല. എനിക്ക് നിന്റെ മലേഷ്യൻ ട്രിപ്പും വേണ്ട. ഷബീർക്ക, ഉല്ലാസേ തുറക്ക്. നിക്കാഹ് സ്പെഷ്യൽ ബിരിയാണി റൈസ്.